നമസ്കാരം. പ്രധാന വാർത്തകൾ. വേനൽ ചൂടിനെതിരെ 4 ദിവസം കൂടി ജാഗ്രത തുടരണമെന്ന ദുരന്ത നിവാരണ അതോറിറ്റി. ചെറുതുരുത്തിയിൽ ചുമട്ട് തൊഴിലാളിക്ക് സൂര്യാഘാതമേറ്റു. ന്യൂസിലാൻഡിൽ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട അൻസിക്ക് നാടിന്റെ യാത്രാമൊഴി. കൊടുങ്ങല്ലൂർ ചേരമാൻ ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ അൻസിക്ക് അന്ത്യനിദ്ര. മന്ത്രിയുടെ നിർദ്ദേശത്തിന് പുല്ലുവില കൽപ്പിച്ച് മൃഗസംരക്ഷണ വകുപ്പ്. കുറഞ്ഞ വിലയ്ക്ക് ക്ഷീരകർഷകർക്ക് പശുക്കളെ ലഭ്യമാക്കുന്ന പദ്ധതി പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ ചുവപ്പ് നാടയിൽ കുരുങ്ങി. 3 പഞ്ചായത്തുകളിലുള്ളവർക്ക് ഗാർഹിക പൈപ്പ് കണക്ഷൻ അപേക്ഷിക്കാനുള്ള അവകാശം ഇല്ലാതാക്കി വാട്ടർ അതോറിറ്റി. ചാഴൂർ, താന്യം, അന്തിക്കാട് പഞ്ചായത്ത് നിവാസികളാണ് കാത്തിരിപ്പ് തുടരുന്നത്. ചാലക്കുടി കാഞ്ഞിരപ്പള്ളിയിലെ ചാരായ നിർമ്മാണ കേന്ദ്രത്തിൽ എക്സൈസ് സംഘത്തിന്റെ പരിശോധന. 1000 ലിറ്റർ വാഷും വാറ്റുപകരണങ്ങളും പിടികൂടി. NDA സ്ഥാനാർത്ഥിയെ കാത്ത തൃശൂർ ലോക്സഭാ മണ്ഡലം. പ്രചരണം ശക്തമാക്കി UDF-ഉം LDF-ഉം. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. സൂര്യാഘാതമേറ്റ് സംസ്ഥാനത്ത് 3 പേർ മരിച്ച സാഹചര്യത്തിൽ ശക്തമായ ജാഗ്രത വേണമെന്ന് ആരോഗ്യവകുപ്പ്. സൂര്യതപത്തിനെതിരെ 4 ദിവസം കൂടി ജാഗ്രത തുടരണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി. തൃശൂരടക്കമുള്ള വിവിധ ജില്ലകളിൽ താപനില 4 ഡിഗ്രി സെൽഷ്യസ് വരെ വർദ്ധിക്കാൻ സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. ഈ സാഹചര്യത്തിൽ കൊടും ചൂടിനെതിരെ പ്രതിരോധ നടപടികളുമായി മുന്നോട്ട് വന്നിരിക്കുകയാണ് ആരോഗ്യവകുപ്പ്. ദുരന്ത നിവാരണ അതോറിറ്റിയും ലേബർ വകുപ്പും ജാഗ്രതാ നിർദ്ദേശവുമായി നേരത്തെ രംഗത്തെത്തിയിരുന്നു. പകൽ 11 മുതൽ 3 വരെ പരമാവധി തുറസായ സ്ഥലങ്ങളിൽ തുടർച്ചയായി ഇടപഴകുന്ന സാഹചര്യം ഒഴിവാക്കാനാണ് നിർദ്ദേശം. ശരീരത്തിന്റെ താപനില ക്രമാതീതമായി ഉയരുന്നത് തലച്ചോർ, കരൾ, വൃക്ക, ശ്വാസകോശം, ഹൃദയം തുടങ്ങിയ ആന്തരിക അവയവങ്ങളുടെ പ്രവർത്തനങ്ങളെ ദോഷകരമായി ബാധിക്കാനിടയുണ്ട്. തൊലിപ്പുറത്ത് നീറ്റലും പുകച്ചിലും നിറവ്യത്യാസവും വേദനയും പനിയും ഛർദിയുമെല്ലാമാണ് ഇതിന്റെ ലക്ഷണങ്ങൾ. വേഗത്തിലുള്ള ഹൃദയമിടിപ്പും തലവേദനയും പേശിവലിവും ബോധക്ഷയവും അനുബന്ധ ലക്ഷണങ്ങളാണ്. സൂര്യാഘാതമേറ്റാൽ കട്ടികൂടിയ വസ്ത്രങ്ങൾ നീക്കി ശരീരം തണുത്ത വെള്ളം കൊണ്ട് തുടച്ച് തണുപ്പിക്കുന്നതാണ് ഉത്തമം. തൊലിപ്പുറത്ത് പൊള്ളലേറ്റാൽ ഉപ്പുവെള്ളത്തിൽ മുക്കിയ തുണികൊണ്ട് 3 തവണ ഒപ്പിയെടുത്ത ശേഷം കലാമിൻ ലോഷൻ പുരട്ടാമെന്നും ആരോഗ്യവകുപ്പ് നിർദ്ദേശിക്കുന്നു. പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം വിദഗ്ധ ചികിത്സയ്ക്ക് വിധേയമാക്കണം. ഇളം നിറത്തിലുള്ള അയഞ്ഞ വസ്ത്രങ്ങൾ ധരിക്കുക, കുട ഉപയോഗിക്കുക, ഉപ്പിട്ട കഞ്ഞിവെള്ളമോ ശുദ്ധമായ വെള്ളമോ ഇടവിട്ട് കുടിക്കുക, ചൂടുപാനീയങ്ങൾ ഒഴിവാക്കുക, പഴങ്ങളും പച്ചക്കറികളും ധാരാളമായി കഴിക്കുക, വെയിലത്ത് പാർക്ക് ചെയ്ത വാഹനങ്ങളിൽ ഇരിക്കാതിരിക്കുക തുടങ്ങിയ കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടതുണ്ട്. അംഗൻവാടി കുട്ടികളും പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികളും ജാഗ്രത പുലർത്തുകയും വെള്ളം കൈവശം വയ്ക്കുകയും കുടിക്കുകയും ചെയ്യണമെന്നും ഇതിനായി അധികൃതർ സൗകര്യമൊരുക്കണമെന്നും ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശിച്ചിട്ടുണ്ട്. തൊഴിൽ സമയം പുനഃക്രമീകരിച്ച നടപടി കർശനമായി പാലിക്കണമെന്നാണ് തൊഴിൽ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. ന്യൂസ് ഡെസ്ക് TCV. ജില്ലയിൽ താപനില 40.5 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. 22 വർഷത്തിന് ശേഷം ആദ്യമായാണ് ജില്ലയിൽ താപനില 40.5 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തുന്നത്. 96-ലും 85-86 കാലഘട്ടത്തിലുമാണ് കഠിനമായ ചൂട് ജില്ലയിൽ അനുഭവപ്പെട്ടിരുന്നത്. ചെറുതുരുത്തിയിൽ ചുമട്ട് തൊഴിലാളിക്ക് സൂര്യാഘാതമേറ്റു. പൂവത്തിങ്കൽ വീട്ടിൽ അഷ്റഫിനാണ് സൂര്യാഘാതമേറ്റത്. ശരീരത്തിൽ നീറ്റൽ അനുഭവപ്പെട്ടതിനെ തുടർന്നാണ് ദേഹത്ത് പൊള്ളിയ നിലയിൽ കണ്ടെത്തിയത്. ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചപ്പോഴാണ് സൂര്യാഘാതമെന്ന് സ്ഥിരീകരിച്ചത്. വടക്കാഞ്ചേരി കരിമത്രയിൽ വീടിന്റെ ടെറസിന്റെ മുകളിൽ ഉണക്കാൻ വെച്ച നാളികേരം കത്തിക്കരിഞ്ഞു. കരിമത്രയിൽ ആമലത്ത് കൃഷ്ണകുമാറിന്റെ വീടിന്റെ ടെറസിന് മുകളിൽ ഉണക്കാൻ വെച്ചിരുന്ന നാളികേരമാണ് ചൂടിൽ കത്തിക്കരിഞ്ഞത്. ന്യൂസിലാൻഡിൽ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട അൻസിക്ക് നാടിന്റെ യാത്രാമൊഴി. കൊടുങ്ങല്ലൂർ ചേരമാൻ ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ അൻസിക്ക് അന്ത്യനിദ്ര. തിങ്കളാഴ്ച പുലർച്ചെ ലോകമല്ലേശ്വരത്തുള്ള ഭർത്താവ് നാസറിന്റെ വീട്ടിലും പിന്നീട് TKS പുരത്തെ സ്വന്തം വീട്ടിലും അൻസിയുടെ ഭൗതിക ശരീരം എത്തിച്ചു. 9 മണിയോടെ മേത്തല കമ്മ്യൂണിറ്റി ഹാളിൽ പൊതുദർശനത്തിന് വെച്ചു. വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ C. രവീന്ദ്രനാഥ്, ഇന്നസെന്റ് MP, UDF കൺവീനർ ബെന്നി ബെഹനാൻ, MLA-മാരായ VR സുനിൽകുമാർ, ET ടൈസൺ, നഗരസഭാ ചെയർമാൻ KR ചൈത്രൻ തുടങ്ങിയവർ അന്ത്യോപചാരം അർപ്പിച്ചു. സമൂഹത്തിന്റെ നാനാതുറകളിലുള്ളവർ അൻസിയെ അവസാനമായി കാണാൻ എത്തിയിരുന്നു. അൻസി പഠിച്ച വിദ്യാലയങ്ങളിലെ അധ്യാപകരും സഹപാഠികളും അന്ത്യാഞ്ജലി അർപ്പിച്ചു. എളന്തിക്കര ശാരദാ വിദ്യാമന്ദിറിലെ കുരുന്ന് വിദ്യാർത്ഥികൾ രക്തസാക്ഷിക്ക് അന്ത്യോപചാരം അർപ്പിക്കാനെത്തിയിരുന്നു. തുടർന്ന് ചേരമാൻ ജുമാ മസ്ജിദിൽ ഭൗതിക ശരീരം ഖബറടക്കി. ഖലീൽ ബുഖാരി തങ്ങൾ മയ്യിത്ത് നിസ്കാരത്തിനും സയ്യിദ് മുനവറലി തങ്ങൾ പ്രാർത്ഥനയ്ക്കും നേതൃത്വം നൽകി. തുടർന്ന് നടന്ന അനുശോചന യോഗത്തിൽ ചേരമാൻ ജുമാ മസ്ജിദ് പ്രസിഡന്റ് ഡോക്ടർ PA അഹമ്മദ് സയ്യിദ് അധ്യക്ഷനായിരുന്നു. സയ്യിദ് മുനവറലി തങ്ങൾ, ഇമാം സൈഫുദ്ദീൻ അൽ ഖാസിമി, സെക്രട്ടറി SA അബ്ദുൽ ഖയ്യം എന്നിവർ സംസാരിച്ചു.
ലോകമല്ലേശ്വരം പൊന്നാത്ത് അബ്ദുൽ നാസറിന്റെ ഭാര്യയും TKS പുരം കരിപ്പാക്കുളത്ത് പരേതനായ അലിബാബയുടെ മകളുമായ ആൻസി ഈ മാസം 15-ന് ന്യൂസിലാൻഡിലെ ക്രൈസ്റ്റ് ചർച്ച് ടൗണിലെ അൽനൂർ ജുമാ മസ്ജിദിൽ ജുമാ നിസ്കാരത്തിനിടയിലുണ്ടായ ഭീകരാക്രമണത്തിലാണ് കൊല്ലപ്പെട്ടത്. ന്യൂസിലാൻഡിൽ ലിൻകോൺ യൂണിവേഴ്സിറ്റിയിൽ അഗ്രി ബിസിനസ് മാനേജ്മെന്റ് വിദ്യാർത്ഥിനിയായിരുന്നു ആൻസി. പഠനം പൂർത്തിയാക്കി നാട്ടിലേക്ക് മടങ്ങാനിരിക്കെയായിരുന്നു ദുരന്തം. ഭർത്താവ് നാസർ അവിടെ സ്വകാര്യ സ്ഥാപനത്തിൽ ജീവനക്കാരനാണ്. 1 വർഷം മുൻപാണ് നാസറും അൻസിയും ന്യൂസിലാൻഡിലേക്ക് പോയത്. TCV കൊടുങ്ങല്ലൂർ. മന്ത്രിയുടെ നിർദ്ദേശത്തിന് പുല്ലുവില കൽപ്പിച്ച് മൃഗസംരക്ഷണ വകുപ്പ്. സർക്കാരിന് 1 രൂപ പോലും ചെലവില്ലാതെ ക്ഷീരകർഷകർക്ക് നേട്ടമുണ്ടാകുന്ന ആവശ്യം പരിഗണിക്കാൻ വകുപ്പ് മന്ത്രി ആവശ്യപ്പെട്ടിട്ടും നിഷേധാത്മക നിലപാടാണ് പ്രിൻസിപ്പൽ സെക്രട്ടറി സ്വീകരിച്ചതെന്ന് ആക്ഷേപം. ഇന്ത്യൻ മിലിറ്ററി ക്യാമ്പിലെ 23,600 പശുക്കളെ വിൽക്കുന്നുവെന്ന അറിയിപ്പ് 2018 ഓഗസ്റ്റ് മാസത്തിലാണ് സംസ്ഥാനങ്ങൾക്ക് ലഭിച്ചത്. ഇന്ത്യൻ മിലിറ്ററിയുടെ കീഴിലുള്ള 39 ഫാമുകളിലെ പശുക്കളെയാണ് വിൽക്കാൻ തീരുമാനിച്ചത്. ശരാശരി 1,32,000 രൂപ വരെ വിലയുള്ള പശുക്കളെ വെറും 1,000 രൂപയ്ക്കാണ് വിൽക്കാൻ തീരുമാനിച്ചത്. ശരാശരി 15 മുതൽ 25 ലിറ്റർ വരെ പാൽ ലഭിക്കുന്ന ഫ്രീഷ്വാൾ ഇനത്തിലുള്ള കറവ പശുക്കളെ കുറഞ്ഞ നിരക്കിൽ സംസ്ഥാനത്തിനും ലഭ്യമാകുമായിരുന്നു. ഇതിനായി മിലിറ്ററി മുന്നോട്ടുവെച്ച പ്രധാന നിർദ്ദേശം സർക്കാരിന്റെ ഔദ്യോഗിക കത്ത് വേണമെന്നായിരുന്നു. 1,000 രൂപയ്ക്ക് ലഭിക്കുന്ന പശുവിന് സംസ്ഥാനത്ത് എത്തിച്ചു നൽകുമ്പോൾ പരമാവധി 20,000 രൂപയെ വില വരുമായിരുന്നുള്ളൂ. മിലിറ്ററി ഫാമിൽ നിന്ന് പശുക്കളെ വിൽക്കുന്നതറിഞ്ഞ് 2018 ഡിസംബർ 30-ന് വകുപ്പ് മന്ത്രി K. രാജുവിന് സമഗ്ര ക്ഷീര കർഷക സംഘം സംസ്ഥാന പ്രസിഡന്റ് CN ദിൽകുമാർ, സെക്രട്ടറി TR വിജയരാഘവൻ, ട്രഷറർ KV രാജു എന്നിവർ നേരിൽ കണ്ട് നിവേദനം നൽകിയിരുന്നു. മന്ത്രിക്ക് അങ്ങനെ ഒരു ഓർഡർ തരാൻ അധികാരമില്ല എന്നാണ് പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ ഓഫീസിൽ ഞങ്ങളോട് പറഞ്ഞത്. അതുകൊണ്ട് മന്ത്രി വീണ്ടും ടേക്ക് ഇമ്മീഡിയറ്റ് ആക്ഷൻ എന്ന് പറഞ്ഞ് വേറൊരു ഓർഡർ അതിൻ്റെ പുറത്ത് എഴുതി തന്നു. ഞങ്ങൾ പലതവണ മുഖ്യമന്ത്രിയെ പോയി കണ്ടിരുന്നു, മന്ത്രി സുനിൽകുമാറിനെ കണ്ടിരുന്നു. ഇവരൊക്കെ ഞങ്ങൾക്ക് വളരെ അനുകൂലമായിട്ട് ആറ്റിറ്റ്യൂഡ് എടുത്തിട്ട് പോലും പ്രിൻസിപ്പൽ സെക്രട്ടറി ഞങ്ങൾക്ക് ഒരുവിധ സഹായവും ചെയ്തു തന്നില്ല എന്ന് മാത്രമല്ല ഇന്ന് വരെ ഞങ്ങൾക്ക് ആ ഓർഡർ കയ്യിൽ കിട്ടിയിട്ടില്ല. ഈ നിവേദനത്തിന്റെ അടിസ്ഥാനത്തിൽ അനുമതി പത്രം നൽകാൻ അടിയന്തര നടപടി സ്വീകരിക്കാൻ കുറിപ്പെഴുതി വകുപ്പ് അധികാരികൾക്ക് മന്ത്രി നിർദ്ദേശം നൽകി. മന്ത്രിയുടെ ഉറപ്പ് വിശ്വസിച്ച കർഷക സംഘം പശുക്കളെ കൊണ്ടുവരാനുള്ള തുടർ നടപടികളുമായി മുന്നോട്ടുപോയി. പിന്നീട് മന്ത്രിയുടെ കുറിപ്പിൽ എന്തു നടപടിയായെന്ന് വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയെ കണ്ട ജനുവരി 16-ന് അന്വേഷിച്ചെങ്കിലും നിഷേധാത്മക മറുപടിയാണ് ലഭിച്ചതെന്ന് സംഘം ഭാരവാഹികൾ ആരോപിക്കുന്നു. പൂനെയിലെ പിബ്രി പശുഫാമിൽ നിന്ന് പശുക്കളെ കൊണ്ടുവരാൻ എല്ലാ സജ്ജീകരണങ്ങളും സമഗ്ര ക്ഷീര കർഷക സംഘം ഒരുക്കിയിരുന്നു. മണ്ണുത്തി വെറ്ററിനറി സർവകലാശാല 100 പശുക്കളെ കൊണ്ടുവരാൻ 1 ലക്ഷം രൂപ നൽകിയെങ്കിലും കത്ത് ലഭിക്കാത്തതിനാൽ സാധിച്ചില്ല. ഇതര സംസ്ഥാനങ്ങൾ അവർക്കാവശ്യമുള്ള പശുക്കളെ വാങ്ങിക്കഴിഞ്ഞു. ആദ്യമായി മഹാരാഷ്ട്ര സർക്കാരാണ് 3,200 പശുക്കളെ വാങ്ങിയത്. ഗോവ, മധ്യപ്രദേശ്, ഉത്തരാഖണ്ഡ് സർക്കാരുകളും ആവശ്യമായ പശുക്കളെ വാങ്ങി. ഇനി അവശേഷിക്കുന്നത് ജമ്മു ക്യാമ്പിലെ ഏതാനും പശുക്കൾ മാത്രമാണെന്ന് കർഷക സംഘം നേതാക്കൾ വ്യക്തമാക്കുന്നു. പാലുൽപാദനത്തിൽ പ്രളയം വരുത്തിയ കുറവ് ഒരു പരിധിവരെ കുറയ്ക്കാൻ സർക്കാരിന് ലഭിച്ച അവസരം തട്ടിത്തെറിപ്പിച്ചുവെന്നാണ് ആക്ഷേപമുള്ളത്. എന്നാൽ ഇത്രയും പശുക്കളെ ഒരുമിച്ച് കൊണ്ടുവരാൻ സർക്കാരിന് സാഹചര്യമില്ലെന്നും സ്വകാര്യ സംഘടനയ്ക്ക് അനുമതി നൽകാൻ തടസ്സമുണ്ടെന്നുമാണ് ഔദ്യോഗിക വിശദീകരണം. TCV മാള. 3 പഞ്ചായത്തുകളിലുള്ളവർക്ക് ഗാർഹിക പൈപ്പ് കണക്ഷന് അപേക്ഷിക്കാനുള്ള അവകാശം പോലും ഇല്ലാതാക്കി വാട്ടർ അതോറിറ്റി. ചാഴൂർ, താന്യം, അന്തിക്കാട് ഗ്രാമപഞ്ചായത്ത് നിവാസികൾക്കാണ് 4 വർഷത്തോളമായി വാട്ടർ അതോറിറ്റിയുടെ ഗാർഹിക പൈപ്പ് കണക്ഷന് അപേക്ഷ സമർപ്പിക്കാൻ പോലും കഴിയാതിരിക്കുന്നത്. വാട്ടർ അതോറിറ്റി ഇരിങ്ങാലക്കുട സബ് ഡിവിഷനിലെ ചേർപ്പ് സെക്ഷന്റെ പരിധിയിലാണ് ഈ 3 ഗ്രാമപഞ്ചായത്തുകൾ. 35 കൊല്ലത്തോളം പഴക്കമുള്ള നിലവിലെ ജലവിതരണ പൈപ്പുകൾക്ക് വേണ്ടത്ര ശേഷിയില്ലാത്തതിനാൽ അവ മാറ്റി സ്ഥാപിച്ചാലേ പുതിയ കണക്ഷനുകൾ നൽകാനാവൂ എന്നാണ് അധികൃതർ നൽകുന്ന വിശദീകരണം. എന്നാൽ ഈ നിലപാട് മൂലം അതാത് സമയങ്ങളിലെ അപേക്ഷകർക്ക് ലഭിക്കേണ്ട സീനിയോറിറ്റി ഇല്ലാതാകുന്നു എന്നാണ് ആക്ഷേപം. ഗാർഹിക പൈപ്പ് കണക്ഷനുള്ള അപേക്ഷ സ്വീകരിച്ച് സാങ്കേതിക സൗകര്യ ലഭ്യതയ്ക്കനുസരിച്ച് സീനിയോറിറ്റി പ്രകാരം കണക്ഷനുകൾ നൽകുക എന്ന ശാസ്ത്രീയ രീതി വാട്ടർ അതോറിറ്റി ഉപേക്ഷിച്ചതാണ് ആക്ഷേപത്തിന് ഇടയാക്കിയിരിക്കുന്നത്. ഈ മേഖലയിലെ ജനങ്ങളിൽ നിന്ന് ഗാർഹിക കണക്ഷനുള്ള അപേക്ഷ സ്വീകരിച്ച് സീനിയോറിറ്റി പ്രകാരം കണക്ഷൻ നൽകാനുള്ള നടപടിയെടുത്ത് അന്തിക്കാട്, താന്യം, ചാഴൂർ ഗ്രാമപഞ്ചായത്ത് നിവാസികളുടെ കുടിവെള്ളക്ഷാമത്തിന് അറുതി വരുത്തണമെന്നാണ് ജനങ്ങൾ ആവശ്യപ്പെടുന്നത്. TCV ന്യൂസ്, തൃശൂർ.
കാഞ്ഞിരപ്പള്ളിയിലെ വിജനമായ പറമ്പിലെ ചാരായ നിർമ്മാണ കേന്ദ്രത്തിൽ ചാലക്കുടി എക്സൈസ് സംഘം പരിശോധന നടത്തി. 1000 ലിറ്റർ വാഷ് പിടിച്ചെടുത്തു. നിരവധി വാറ്റ് ഉപകരണങ്ങളും കണ്ടെടുത്തിട്ടുണ്ട്. പുയ്യക്കാരൻ ഉണ്ണികൃഷ്ണന്റെ പറമ്പിലാണ് ചാരായ നിർമ്മാണം നടന്നിരുന്നത്. രഹസ്യവിവരത്തെ തുടർന്ന് ചാലക്കുടി അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ CL വിൻസെന്റാണ് റെയ്ഡിന് നേതൃത്വം നൽകിയത്. സ്ഥലം ഉടമ ഉണ്ണികൃഷ്ണനെതിരെ കേസെടുക്കുമെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു. ഹയർ സെക്കൻഡറി SSLC പരീക്ഷകൾക്ക് ഈ ആഴ്ച സമാപനമാകും. +2 കൊമേഴ്സ് പരീക്ഷ ബുധനാഴ്ച അവസാനിക്കുന്നതോടെ ഈ അധ്യയന വർഷത്തെ +2 പരീക്ഷകൾക്ക് വിരാമമാകും. സയൻസ് ഗ്രൂപ്പ് പരീക്ഷകൾ അവസാനിച്ചു. തൃശൂർ ജില്ലയിൽ 201 ഹയർ സെക്കൻഡറി സ്കൂളുകളിലും 36 വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളുകളിലുമായി 38,400 +1 വിദ്യാർത്ഥികളും 36,750 +2 വിദ്യാർത്ഥികളുമാണ് ഇത്തവണ പരീക്ഷ എഴുതിയത്. കടുത്ത ചൂടുമൂലം ഇത്തവണ പരീക്ഷാ ഹാളുകളിൽ വിദ്യാർത്ഥികൾക്കായി കുടിവെള്ളത്തിനുള്ള ഏർപ്പാടുകൾ ചെയ്തിരുന്നു. ഹയർ സെക്കൻഡറി മൂല്യനിർണ്ണയം ഏപ്രിൽ 2-3 തീയതികളിൽ നടക്കും. അതേസമയം മൂല്യനിർണ്ണയ ക്യാമ്പുകൾ ബഹിഷ്കരിക്കാൻ ഒരുങ്ങുകയാണ് പ്രതിപക്ഷ അധ്യാപക സംഘടനകൾ. ഖാദർ കമ്മിറ്റി റിപ്പോർട്ട് നടപ്പിലാക്കുന്നതിൽ പ്രതിഷേധിച്ചാണ് മൂല്യനിർണ്ണയ ക്യാമ്പ് ബഹിഷ്കരിക്കാൻ ഒരുങ്ങുന്നത്. ഇടവേള. ചില യാത്രകൾ പൂർണ്ണത തേടിയുള്ളതാണ്, പൈതൃകം തേടിയുള്ളതാണ്, പരിശുദ്ധി തുടിക്കുന്ന പട്ട് തേടിയുള്ളതാണ്. വൻ നഗരങ്ങളിലൂടെ, ചെറു പട്ടണങ്ങളിലൂടെ, അറിയപ്പെടാത്ത ഗ്രാമങ്ങളിലൂടെ ലോകത്തിലെ ഏറ്റവും മികച്ച പട്ട് തേടിയുള്ള യാത്ര. കല്യാൺ സിൽക്സ്, പട്ടിന്റെ ഹൃദയത്തിലൂടെ ഒരു തീർത്ഥയാത്ര. വാർത്തകൾ തുടരുന്നു. അമിത വേഗത്തിൽ നിയന്ത്രണം വിട്ട കാർ മതിൽ ഇടിച്ചു തകർത്തു. സ്കൂൾ വിദ്യാർത്ഥിനികൾ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു. എറിയാട് കമ്മ്യൂണിറ്റി ഹാളിന് സമീപം രാവിലെയായിരുന്നു അപകടം. നിയന്ത്രണമില്ലാതെ വന്ന കാർ റോഡരികിലെ മതിലിൽ ചെന്നിടിക്കുകയായിരുന്നു. അപകട സമയത്ത് റോഡരികിലൂടെ നടന്നു പോവുകയായിരുന്ന 2 പെൺകുട്ടികൾ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ഒരു പെൺകുട്ടി കാറിനടിയിൽപ്പെട്ടുവെങ്കിലും നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെടുകയായിരുന്നു. സംഭവസ്ഥലത്തിനടുത്തുള്ള വീട്ടിലെ CCTV ക്യാമറയിൽ അപകട ദൃശ്യങ്ങൾ പതിഞ്ഞു. ഏതാനും മാസങ്ങൾക്ക് മുൻപ് ഈ പ്രദേശത്ത് മോട്ടോർ ബൈക്കുകൾ കൂട്ടിയിടിച്ച് 2 യുവാക്കൾ മരിച്ചിരുന്നു. പാവറട്ടി മനപ്പടിയിൽ കാറും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രക്കാരനായ യുവാവിന് പരിക്കേറ്റു. പാലക്കാട് സ്വദേശി പടിക്കപ്പറമ്പിൽ ഷമീറിനാണ് അപകടത്തിൽ പരിക്കേറ്റത്. ചാവക്കാട് ഭാഗത്തു നിന്നും വരികയായിരുന്ന കാറും എതിർദിശയിൽ വരികയായിരുന്ന ബൈക്കും കൂട്ടിയിടിക്കുകയായിരുന്നു. പരിക്കേറ്റ ഷമീറിനെ പാവറട്ടി സാന്റ് ജോസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചെങ്ങാലൂർ കുട്ടാടൻ പാടത്ത് നിന്ന് അനധികൃതമായി ഖനനം ചെയ്ത് കടത്തിയ കളിമണ്ണ് തിരികെ നിക്ഷേപിക്കാത്ത ഓട്ടുകമ്പനി ഉടമയ്ക്കെതിരെ പുതുക്കാട് പഞ്ചായത്ത് കളക്ടർക്ക് പരാതി നൽകി. ചുങ്കം കാഞ്ഞൂരിൽ പ്രവർത്തിക്കുന്ന മേരി റാണി ഓട്ടുകമ്പനി ഉടമ മഞ്ഞളി ഡേവിസിനെതിരെയാണ് പരാതി. നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം ലംഘിച്ച് അനധികൃതമായി ഖനനം നടത്തിയതിന് കമ്പനി ഉടമയ്ക്കെതിരെ കർശന നടപടിയെടുക്കണമെന്നാണ് പഞ്ചായത്തിന്റെ ആവശ്യം. കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രിയിലാണ് ഓട്ടുകമ്പനി ഉടമയുടെ സ്വന്തം സ്ഥലമായ തണ്ണീർത്തടത്തിൽ നിന്ന് വ്യാപകമായി കളിമൺ ഖനനം നടത്തിയത്. സംഭവം അറിഞ്ഞ പഞ്ചായത്ത് അധികൃതർ പാടത്തുനിന്ന് കടത്തിയ മണ്ണ് ഓട്ടുകമ്പനിയിൽ കണ്ടെത്തിയിരുന്നു. ഖനനം ചെയ്ത കളിമണ്ണ് തിരികെ നിക്ഷേപിക്കണമെന്നാവശ്യപ്പെട്ട് പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പളി ശിവരാജിന്റെ നേതൃത്വത്തിൽ കൃഷി ഓഫീസർ, വില്ലേജ് ഓഫീസർ, പഞ്ചായത്ത് അംഗങ്ങൾ എന്നിവർ ഓട്ടുകമ്പനിയിൽ കുത്തിയിരിപ്പ് സമരം നടത്തിയിരുന്നു. സമരത്തെ തുടർന്ന് കമ്പനിയുടമ കളിമണ്ണ് തിരികെ നിക്ഷേപിക്കാമെന്ന് അധികൃതർക്ക് ഉറപ്പ് നൽകി. എന്നാൽ പോലീസിന്റെ സാന്നിധ്യത്തിൽ നൽകിയ ഉറപ്പ് പാലിക്കാതായതോടെയാണ് പഞ്ചായത്ത് അധികൃതർ പരാതിയുമായി മുന്നോട്ടു പോയത്. പഞ്ചായത്ത് ഭരണസമിതിയുടെ ഏകകണ്ഠമായ തീരുമാനത്തിലാണ് പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പളി ശിവരാജൻ, വൈസ് പ്രസിഡന്റ് PV ജെൻസൺ, അംഗങ്ങളായ ബേബി കീടായിൽ, തോബി തോട്ടിയാൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘം കളക്ടർക്കും SP-ക്കും നേരിട്ട് പരാതി നൽകിയത്. TCV ന്യൂസ്, പുതുക്കാട്. തൃശൂർ ശ്രീ കേരളവർമ്മ കോളേജ് ലേഡീസ് ഹോസ്റ്റലിലെ സമയക്രമത്തെ ചൊല്ലിയുള്ള തർക്കത്തിന് പരിഹാരമായില്ല. ഹോസ്റ്റലിൽ എത്തിച്ചേരേണ്ട സമയം വൈകിട്ട് 4:30 നിന്ന് 7:30 വരെ ആക്കിയുള്ള കോളേജ് പ്രിൻസിപ്പാളിന്റെ ഔദ്യോഗിക അറിയിപ്പ് ഇറങ്ങിയെങ്കിലും
തങ്ങൾ ആവശ്യപ്പെടുന്ന 8:30 എന്ന സമയം അനുവദിച്ചു കിട്ടും വരെ പ്രതിഷേധവുമായി മുന്നോട്ടു പോകുമെന്ന നിലപാടിലാണ് വിദ്യാർത്ഥിനികൾ. ദിവസങ്ങളായി തുടരുന്ന വിദ്യാർത്ഥികളുടെ പ്രതിഷേധത്തെ തുടർന്ന് കഴിഞ്ഞ ദിവസം മാനേജ്മെന്റും പ്രിൻസിപ്പാളും രക്ഷാകർത്താക്കളും യോഗം ചേർന്നിരുന്നു. ഇതുപ്രകാരം ഹോസ്റ്റലിൽ എത്തിച്ചേരേണ്ട സമയം 8:30 എന്നാക്കി പുനഃക്രമീകരിച്ചതായി പ്രിൻസിപ്പൽ വിദ്യാർത്ഥികളെ വായിച്ചു കേൾപ്പിച്ചിരുന്നു. ഇത് തത്വത്തിൽ വിദ്യാർത്ഥിനികൾ സമ്മതിക്കുകയും ചെയ്തതാണ്. എന്നാൽ ഇതിൽ നിന്ന് വിഭിന്നമായാണ് ഇപ്പോൾ പ്രിൻസിപ്പാൾ നേരത്തെ പറഞ്ഞ സമയത്തിൽ നിന്ന് 1 മണിക്കൂർ വെട്ടിക്കുറച്ച് അറിയിപ്പ് ഇറക്കിയിരിക്കുന്നത്. ഇത് ഹൈക്കോടതി ഉത്തരവിന്റെ ലംഘനമാണെന്നും ഈ സമയം അനുവദിക്കില്ലെന്നും വിദ്യാർത്ഥികൾ പറയുന്നു. പ്രതിഷേധവുമായി മുന്നോട്ട് പോകുക തന്നെ ചെയ്യുമെന്ന് വിദ്യാർത്ഥിനികൾ പറഞ്ഞു. ഹോസ്റ്റൽ സമയം പുനഃക്രമീകരിക്കണമെന്നാവശ്യപ്പെട്ട് ഒരു വിദ്യാർത്ഥിനി നൽകിയ പരാതിയിൽ ഹൈക്കോടതി വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ വിധി പുറപ്പെടുവിച്ചിരുന്നു. ജനവിധി 2019. ഇത്തവണ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികൾ പൊരുതി തോൽപ്പിക്കേണ്ടത് എതിർ സ്ഥാനാർത്ഥിയെയല്ല, കൊടും ചൂടിനെയാണ്. അതുകൊണ്ട് തന്നെ പൊതുശത്രുവായ സൂര്യഭഗവാന് സ്ഥാനാർത്ഥികൾ ചേർന്ന് ഒരു ദയാഹർജി സമർപ്പിക്കുകയാണിവിടെ. പ്രിയപ്പെട്ട സൂര്യഭഗവാനെ, അങ്ങ് ഉഗ്രരൂപിയായി തിളച്ചു നിൽക്കുകയാണെന്നറിയാം. അങ്ങയുടെ കോപത്തിന്റെ കാരണങ്ങളും ഏറെക്കുറെ ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ട്. കാട് വെട്ടിത്തെളിച്ചതിനും പ്ലാസ്റ്റിക് അടക്കമുള്ള മാലിന്യങ്ങൾ കൂട്ടിയിട്ട് കത്തിച്ചതിനും മാപ്പ്. 5 കൊല്ലം കൂടുമ്പോൾ നടത്തിവരുന്ന ജനാധിപത്യത്തിന്റെ മഹത്തായ ആഘോഷത്തിനിടയിലാണ് ഞങ്ങളെല്ലാം. ജനം രാജാവാകുന്ന അപൂർവ അവസരമാണിതെന്ന് അങ്ങേക്കറിയാമല്ലോ. ഇവിടെ സൂര്യഭഗവാനാണ് ഞങ്ങൾക്കെല്ലാം വില്ലനായി അവതരിക്കുന്നത്. സൂര്യാഘാതത്തെ പേടിച്ച് ഞങ്ങൾ പ്രചരണ സമയം പുനഃക്രമീകരിച്ചിരിക്കുകയാണ്. രാവിലെ 6 മുതൽ 11 മണി വരെയും ഉച്ചയ്ക്ക് ശേഷം 3 മുതൽ 8 വരെയുമായി പ്രചരണ സമയം ക്രമീകരിച്ചു. ഖാദിയും കോട്ടണും അണിഞ്ഞ് ഇളം നിറത്തിലുള്ള വസ്ത്രങ്ങളിലേക്ക് മേക്ക് ഓവർ നടത്തി. എയർ കണ്ടീഷൻ ഇന്നോവയും പ്രചരണ വാഹനത്തിൽ എയർ കൂളറും ഘടിപ്പിച്ചു. കരിക്കും സംഭാരവും തണ്ണിമത്തനും പഴച്ചാറുമെല്ലാമായി ഭക്ഷണ ക്രമീകരണവും നടത്തി. എന്നിട്ടും ഈ കൊടും ചൂട് ഞങ്ങളെ തളർത്തുകയാണ്. തീർച്ചയായിട്ടും ഈ കാലാവസ്ഥ സ്വാഭാവികമായും ഗൗരവമുള്ളത് തന്നെയാണ്. ആ കാലാവസ്ഥയുടെ ആരോഗ്യവകുപ്പിൻ്റെ മുന്നറിയിപ്പും കണക്കിലെടുത്തുകൊണ്ട് തന്നെയായിരിക്കും പ്രചരണ രംഗത്ത് ഉണ്ടാവുക. അപ്പോൾ പൊതുപ്രചരണ രംഗത്ത് മനസ്സിനകത്ത് അതിനേക്കാളും വലിയ ചൂടുള്ളത് കൊണ്ട് അത് അതിജീവിക്കാനുള്ള ഒരു നാച്ചുറൽ പ്രോസസ്സ് സ്വാഭാവിക മനസ്സ് ഉണ്ടാക്കും. പക്ഷെ പ്രവർത്തന രംഗത്ത് പ്രവർത്തിക്കുന്ന പ്രവർത്തകന്മാർക്ക് ഈ കാലാവസ്ഥയുടെ ഗൗരവാവസ്ഥ കൂടി കണക്കിലെടുത്തുകൊണ്ടായിരിക്കും ഞങ്ങൾ പരിപാടി ആവിഷ്കരിക്കുക. ഈ ചൂടിനെയൊക്കെ അതിജീവിക്കാൻ പറ്റുന്ന ആവേശമാണ് ഞങ്ങളുടെ പ്രവർത്തകരിൽ നിന്നും ഞങ്ങളുടെ അനുഭാവികളിൽ നിന്നും സഹയാത്രികരിൽ നിന്നും ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഏത് പ്രതികൂല കാലാവസ്ഥയും അതിജീവിക്കാൻ കഴിയുമെന്നാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത്. ചൂട് കാരണം അണികളെ കൂടെ നിർത്താൻ ഞങ്ങൾ പെടുന്ന പാട് ആരോട് പറയാൻ. വോട്ട് ചോദിക്കാൻ ഇറങ്ങിയില്ലെങ്കിൽ പണി പാളും ഉറപ്പാ. വിയർത്തൊലിച്ച് തളർന്നാണ് നടത്തം. ഒന്നും പുറത്തു കാട്ടുന്നില്ലെന്നേയുള്ളൂ. എന്തായാലും ഞങ്ങൾക്കെല്ലാവർക്കും സൂര്യഭഗവാനോട് ഒരൊറ്റ അപേക്ഷയേ ഉള്ളൂ. ഈ തെരഞ്ഞെടുപ്പ് കഴിയണവരേക്കെങ്കിലും ഞങ്ങളെ പരീക്ഷിക്കരുത്. അങ്ങയുടെ ഉഗ്രകോപം തൽക്കാലത്തേക്കെങ്കിലും ഒന്ന് മാറ്റിവെക്കണം. എന്തിനും ഏതിനും ഒരു നീക്കുപോക്ക് കണ്ടെത്തുന്നവരാണല്ലോ ഞങ്ങൾ രാഷ്ട്രീയക്കാർ. സ്ഥിരമായ ശത്രുക്കളോ മിത്രങ്ങളോ ഞങ്ങൾക്കില്ലല്ലോ. അതുകൊണ്ട് ഈ കൊടും ചൂടിൽ നിന്നും തെരഞ്ഞെടുപ്പ് കഴിയും വരേക്കെങ്കിലും ഞങ്ങളെ രക്ഷിക്കാൻ മനസ്സ് കാട്ടണം. തീയിൽ കുരുത്തവരാണെന്ന് തെളിയിക്കാൻ ആഗ്രഹമില്ലഞ്ഞിട്ടല്ല, സഹിക്കാൻ വയ്യാഞ്ഞിട്ടാ. അതുകൊണ്ട് ദയവുണ്ടാകണമെന്ന് താഴ്മയോടെ അപേക്ഷിക്കുന്നു. പ്രതീക്ഷയോടെ ചുട്ടുപൊള്ളുന്ന വെയിലിൽ ഉരുകി തളർന്ന ഒരു കൂട്ടം സ്ഥാനാർത്ഥികൾ. പൊളിറ്റിക്കൽ ഡെസ്ക്, TCV. NDA സ്ഥാനാർത്ഥിയെ കാത്ത് തൃശൂർ ലോക്സഭാ മണ്ഡലം. NDA സ്ഥാനാർത്ഥി ആരെന്ന കാര്യത്തിൽ അവ്യക്തത തുടരുന്നു. പ്രചാരണം ശക്തമാക്കി UDF-ഉം LDF-ഉം. തൃശൂർ അടക്കം 5 സീറ്റ് BDJS-ന് NDA നേതൃത്വം വിട്ടു നൽകിയിട്ടും തൃശൂരിൽ NDA സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ അവ്യക്തത തുടരുകയാണ്. BDJS അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളി മത്സരിക്കുമെന്ന പ്രചാരണം ശക്തമായിരുന്നു. മണ്ഡലത്തിലെ വിവിധ സ്ഥലങ്ങളിൽ തുഷാർ വെള്ളാപ്പള്ളിയെ സ്വാഗതം ചെയ്ത് പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിരുന്നുവെങ്കിലും തുഷാറിന്റെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് ഇനിയും പ്രഖ്യാപനമുണ്ടാകാത്തത് അനിശ്ചിതത്വത്തിന് വഴിവെച്ചിരിക്കുകയാണ്. ചൊവ്വാഴ്ച വൈകിട്ട് തുഷാർ വെള്ളാപ്പള്ളി തിരിച്ചുവന്ന ശേഷമേ കാര്യങ്ങൾക്ക് കൂടുതൽ വ്യക്തത കൈവരുകയുള്ളൂ. പ്രതീക്ഷ കൈവിടാതെയുള്ള കാത്തിരിപ്പിലാണ് BJP-യും BDJS-ഉം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് 28 നാൾ മാത്രം ബാക്കി നിലയ്ക്ക് UDF, LDF സ്ഥാനാർത്ഥികൾ പ്രചരണ രംഗത്ത് മുന്നേറുകയാണ്. UDF, LDF സ്ഥാനാർത്ഥികൾ 2ാം ഘട്ടത്തിലേക്ക് കടന്നു. നാട്ടിക മണ്ഡലത്തിലാണ് LDF സ്ഥാനാർത്ഥി രാജാജി മാത്യു തോമസ് തിങ്കളാഴ്ച പര്യടനം നടത്തിയത്. UDF സ്ഥാനാർത്ഥി TN പ്രതാപൻ ഒല്ലൂർ മണ്ഡലത്തിലാണ് പര്യടനം നടത്തിയത്. TCV തൃശൂർ. തെരഞ്ഞെടുപ്പ് പ്രചാരണവുമായി ബന്ധപ്പെട്ട സംസ്ഥാനത്തെ ഏറ്റവും അധികം പോസ്റ്ററുകളും ബോർഡുകളും നീക്കം ചെയ്തത് തൃശൂർ ജില്ലയിലെന്ന് സബ് കളക്ടർ പ്രേംകൃഷ്ണ.
തെരഞ്ഞെടുപ്പ് സംബന്ധമായ സ്ക്വാഡുകളുടെ പ്രവർത്തനം വിലയിരുത്താൻ ചാവക്കാടെത്തിയ സബ് കളക്ടർ TCVയോട് സംസാരിക്കുകയായിരുന്നു. സ്ക്വാഡ് അംഗങ്ങളായ KD രേണുക, TB ശശിധരൻ, PR പ്രമോദ് തുടങ്ങിയവർ സംഘത്തിലുണ്ടായിരുന്നു. ഈ വട്ടത്തെ ഇലക്ഷൻ കമ്മീഷൻ്റെ പ്രത്യേക നിർദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലെക്സ് ബോർഡുകൾ ക്യാമ്പയിനിങ്ങിന് പാടില്ല എന്നുള്ളതാണ്. അപ്പം അത് പ്രൈവറ്റ് സ്ഥലത്തായാലും പബ്ലിക് സ്ഥലത്തായാലും ഒരു സ്ഥലത്തും പൊളിറ്റിക്കൽ പാർട്ടീസ് ഫ്ലെക്സ് ബോർഡ് യൂസ് ചെയ്തുള്ള ക്യാമ്പയിനിങ് പാടില്ല. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തൃശ്ശൂർ ഇന്ന് തന്നെ ഏകദേശം ഒരു 3000-ഓളം ഇത്ര ദിവസത്തിനുള്ളിൽ ഒരു 3000-ഓളം ഫ്ലെക്സ് ബോർഡുകൾ നമ്മൾ റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇനി അങ്ങോട്ട് പൊളിറ്റിക്കൽ പാർട്ടീസിനെല്ലാം നമ്മൾ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഫ്ലെക്സ് ബോർഡുകൾ വെച്ചുള്ള ക്യാമ്പയിനിങ് പാടില്ല എന്നുള്ളത് ഒരു ഗ്രീൻ പ്രോട്ടോക്കോൾ വെച്ചിട്ടുള്ളൊരു ഇലക്ഷനാണ് ഇത്തവണ നമ്മൾ ഉദ്ദേശിക്കുന്നത്. സാംസ്കാരിക നഗരിയിൽ തിരുവാതിര സംഗമം ഒരുക്കിയ തെരഞ്ഞെടുപ്പ് പ്രചാരണം വേറിട്ട കാഴ്ചയായി. LDFന്റെ ആഭിമുഖ്യത്തിൽ പൂച്ചട്ടിയിലാണ് വേറിട്ട തിരുവാതിര അരങ്ങേറിയത്. രാജാജി മാത്യു തോമസിന്റെ പ്രചരണാർത്ഥം ഒല്ലൂർ പൂച്ചട്ടി മൈതാനത്ത് 1500 വനിതകൾ അണിനിരന്ന മതേതര തിരുവാതിര സന്ധ്യയാണ് വേറിട്ട കാഴ്ചയായത്. തിരുവാതിരക്കളിയിലെ സ്ഥിരം ലാസ്യഭാവങ്ങൾക്ക് പകരം വിപ്ലവത്തിന്റെ കരുത്ത് ചേർന്ന പദങ്ങൾക്കാണ് പൂച്ചട്ടിയിൽ ഇടതുപക്ഷ വനിതാ സംഘടന പ്രവർത്തകർ ചുവടുവെച്ചത്. തൃശൂർ മേയർ അജിത വിജയനാണ് നൃത്ത സംവിധാനം ഒരുക്കിയത് എന്ന സവിശേഷതയും മതേതര തിരുവാതിര സന്ധ്യയ്ക്ക് മിഴിവേകി. കണിമംഗലത്തെ തിരുവാതിരക്കളി സംഘത്തിലെ സജീവ അംഗം കൂടിയാണ് മേയർ. കഴിഞ്ഞ തിരുവാതിര ആഘോഷത്തോടനുബന്ധിച്ച് വടക്കുംനാഥ ക്ഷേത്രത്തിൽ മേയർ തിരുവാതിര അവതരിപ്പിച്ചത് ഏറെ ചർച്ചയായിരുന്നു. ഇതിനു പിന്നാലെയാണ് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനും മേയർ തന്നെ നൃത്തമൊരുക്കിയത്. പഞ്ചായത്ത് പ്രസിഡന്റായ വത്സ രാമകൃഷ്ണനാണ് പൊന്നിൻ കണിക്കൊന്ന പൂത്തു വന്നുവല്ലോ തിരഞ്ഞെടുപ്പും എന്ന ഗാനം എഴുതി ചിട്ടപ്പെടുത്തിയത്. ഇടതു സർക്കാരിന്റെ നേട്ടങ്ങൾ വിവരിക്കുന്നതാണ് ഗാനം. അഡ്വക്കേറ്റ് ആശ ഉണ്ണിത്താൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. മേയർ അജിത വിജയൻ അധ്യക്ഷത വഹിച്ചു. മന്ത്രി VS സുനിൽകുമാർ, K രാജൻ MLA, ഇടതു നേതാക്കളായ MM വർഗീസ് കണ്ടംകുളത്തി, KG ശിവാനന്ദൻ, TR രാധാകൃഷ്ണൻ, KP പോൾ, MM അവറാച്ചൻ തുടങ്ങിയവർ പങ്കെടുത്തു. TCV ന്യൂസ്, തൃശൂർ. പൊള്ളുന്ന വേനൽ ചൂടിൽ ഉപഭോക്താക്കൾക്കും പൊതുജനങ്ങൾക്കുമെല്ലാം ഏറെ ആശ്വാസമാവുകയാണ് കല്യാൺ സിൽക്സിലും കല്യാൺ ഹൈപ്പർ മാർക്കറ്റിലും ഒരുക്കിയിരിക്കുന്ന സൗജന്യ സംഭാര വിതരണം. പാലസ് റോഡിലെ കല്യാൺ സിൽക്സിന് മുന്നിൽ പ്രത്യേക കൗണ്ടറിലാണ് സൗജന്യ സംഭാര വിതരണം സജ്ജമാക്കിയിരിക്കുന്നത്. അനുദിനം ചൂട് വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ മനസ്സിനും ശരീരത്തിനും കുളിർമയേകുന്ന സംഭാരം വടക്കേ സ്റ്റാൻഡിന് സമീപത്തെ കല്യാൺ ഹൈപ്പർ മാർക്കറ്റിലും ഒരുക്കിയിട്ടുണ്ട്. ഹൈപ്പർ മാർക്കറ്റിന് മുന്നിൽ പ്രത്യേക കൗണ്ടറിൽ സംഭാരത്തിന്റെ കുളിർമ ഏവർക്കും സൗജന്യമായി ആസ്വദിക്കാം. വ്യത്യസ്തങ്ങളായ ഫ്രഷ് ജ്യൂസുകളും ഐസ്ക്രീമുകളും മറ്റ് കൂൾ ഡ്രിങ്ക്സുമെല്ലാമായി കല്യാൺ ഹൈപ്പർ മാർക്കറ്റിലെ ജ്യൂസ് ഷോപ്പും കുളിർമയേകും അനുഭവമാണ് സമ്മാനിക്കുന്നത്. ദശമംഗലം ആറങ്ങോട്ടുകര പ്രദേശങ്ങളിൽ കാടുകളിൽ തീപിടുത്തം. ദശമംഗലം ക്രഷറിനോട് ചേർന്നുള്ള എസ്റ്റേറ്റിലാണ് തീപിടുത്തമുണ്ടായത്. ആറങ്ങോട്ടുകര എഴുമങ്ങാട് തോരക്കുന്നത്തിന് സമീപത്താണ് വൻതോതിൽ മറ്റൊരു തീപിടുത്തമുണ്ടായത്. പുലർച്ചെയോടെ ഈ പ്രദേശത്ത് തീ ഉയരുന്നതായി നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെടുകയായിരുന്നു. നാട്ടുകാരും ഫയർഫോഴ്സും ചേർന്ന് ഏറെ നേരത്തെ ശ്രമഫലമായാണ് തീ അണച്ചത്. വാടാനപ്പള്ളി അഞ്ചങ്ങാടിയിൽ തീപിടുത്തത്തിൽ വീട് കത്തി നശിച്ചു. ബദരിയ റോഡിൽ താമസിക്കുന്ന പുതിയ വീട്ടിൽ സുലേഖയുടെ ഓലമേഞ്ഞ വീടാണ് ഭാഗികമായി കത്തി നശിച്ചത്. തീപിടുത്ത സമയത്ത് വീട്ടിൽ ആളില്ലായിരുന്നു. അടുക്കളയുടെ ഭാഗത്തു നിന്നാണ് തീ പടർന്നതെന്ന് കരുതുന്നു. വീട്ടുപകരണങ്ങളും വസ്ത്രങ്ങളും കത്തി നശിച്ചു. നാട്ടുകാരും നാട്ടിക ഫയർഫോഴ്സും ചേർന്ന് തീ അണയ്ക്കുകയായിരുന്നു. ഇടവേള.
ദിവസവും 1000 ആഘോഷങ്ങൾ ഇവിടെ തുടങ്ങുന്നു. ജോസ് ആലുക്കാസ്, ജ്വല്ലറി ഫോർ എവറി ജനറേഷൻ. വാർത്തയിലേക്ക്. ഇളയരാജ എന്ന സിനിമയിലൂടെ നാട്ടിലെ താരങ്ങളായി മാറുകയാണ് ആദിത്ത്, ആർദ്ര എന്നീ കുരുന്നുകൾ. ആദ്യമായി ക്യാമറയ്ക്ക് മുന്നിലെത്തിയ ഈ ചുണക്കുട്ടികളാണ് ഇളയരാജ എന്ന സിനിമയിലെ യഥാർത്ഥ താരങ്ങൾ. You are the best chess player among the 1000 students in this school. മാധവ് രാംദാസ് സംവിധാനം ചെയ്ത ഇളയരാജ തൃശൂരിന്റെ കഥയും കഥാപാത്രങ്ങളും നിറഞ്ഞ ലാളിത്യമാർന്ന ചലച്ചിത്ര സൃഷ്ടിയാണ്. തൃശൂർ തേക്കിൻകാടിന് ചുറ്റും കപ്പലണ്ടി വിറ്റ് ജീവിക്കുന്ന ഒരു കുടുംബത്തിന്റെ കഥ പറയുന്ന സിനിമയിലെ നായകനും നായികയും ഈ കുട്ടികളാണ്. ഗിന്നസ് പക്രു എന്ന അജയൻ അവതരിപ്പിച്ച പ്രധാന കഥാപാത്രത്തിന്റെ മക്കളായ സുബ്രുവും അമ്പുവുമായി വേഷമിട്ടത് പോട്ടൂർ സ്വദേശിയായ ആബിദ് സന്തോഷും കോലടി സ്വദേശിയായ ആർദ്രയുമാണ്. സംവിധായകൻ മാധവ് രാംദാസിന്റെ പത്നി ബിന്ദുലേഖയാണ് തികച്ചും നാടൻ സ്വഭാവമുള്ള കഥാപാത്രങ്ങൾക്കിണങ്ങിയ ഈ പ്രതിഭകളെ കണ്ടെത്തിയത്. 1 മാസക്കാലം നീണ്ട ചിത്രീകരണം ഏറെ രസകരമായിരുന്നുവെന്നും ചിത്രമിറങ്ങിയതോടെ നാട്ടിലെ താരങ്ങളായി മാറിയെന്നും ആബിത്തും ആർദ്രയും പറയുന്നു. നല്ല രസമായിരുന്നു, എല്ലാവരുമായിട്ട് കൂട്ടുകൂടി. ഞാൻ ഈ സിനിമയിൽ ഏറ്റവും കൂടുതൽ കമ്പനി ചെയ്ത് ഡയറക്ടറുടെ അടുത്തും പിന്നെ പക്രുചാൻ്റെ അടുത്തായിരുന്നു. എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. എല്ലാവർക്കും ഇഷ്ടമായി, നന്നായിട്ടെന്ന് പറഞ്ഞു. സ്കൂളിലെല്ലാവരും വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെ സ്കൂളിലത്തെ പഴയ സ്കൂളിലെ മാഷന്മാർ, ടീച്ചർമാർ, എൻ്റെ കൂട്ടുകാരനൊക്കെ പോയി കണ്ടു. അശോകൻ ചേട്ടൻ വിളിച്ചിട്ടുണ്ടായി, ഹെൽസ് അശോകൻ വിളിച്ചിട്ടുണ്ടായി. അയാൾ പറഞ്ഞു നല്ല എല്ലാ ആർട്ടിസ്റ്റുകളും നന്നായിട്ട് അഭിനയിച്ചു എന്നൊക്കെ പറഞ്ഞു. തൃശൂർ വിവേകോദയം സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിയായ ആബിദ് പോട്ടൂർ മങ്ങാട് സന്തോഷ് സരിത ദമ്പതികളുടെ മകനാണ്. +2 വിദ്യാർത്ഥിയായ ആകാശാണ് സഹോദരൻ. കോലഴി പുളിഞ്ഞാമ്പറമ്പിൽ അരുൺ സരിത ദമ്പതികളുടെ ഏക മകളാണ് ആർദ്ര. തിരൂർ സെന്റ് തോമസ് LP സ്കൂളിലെ 3ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. വലിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോ ജീവിത സൗഭാഗ്യങ്ങളോ അല്ല, ജന്മസിദ്ധമായ കഴിവുകൾ കണ്ടെത്തുന്നതും തിരിച്ചറിയുന്നതുമാണ് യഥാർത്ഥ ഭാഗ്യമെന്നാണ് ഇളയരാജ എന്ന സിനിമ മുന്നോട്ട് വയ്ക്കുന്ന പ്രമേയം. സിനിമയിലെ പ്രമേയം ഈ കുരുന്നുകളെ സംബന്ധിച്ചും അനർത്ഥമാവുകയാണ് ഇവിടെ. തികച്ചും സാധാരണക്കാരായ ഈ കുരുന്നുകളുടെ കഴിവുകൾ കണ്ടെത്തുവാനും തിരിച്ചറിയുവാനും ഇളയരാജ എന്ന സിനിമ ഒരു നിമിത്തമായി മാറുകയാണ്. അതിനാൽ ഇതുതന്നെയാണ് വലിയ ജീവിത സൗഭാഗ്യമെന്ന തിരിച്ചറിവിൽ സന്തോഷിക്കുകയും പുതിയ സ്വപ്നങ്ങളിലേക്ക് പതിയെ ചുവടുവയ്ക്കുകയുമാണ് ഈ ചുണക്കുട്ടികൾ. TCV ന്യൂസ്, തൃശൂർ. വ്യാജ പ്രചാരണങ്ങൾ നടത്തുമെന്ന് ഭീഷണിപ്പെടുത്തി പെൺകുട്ടിയെ പീഡിപ്പിച്ച സംഭവത്തിൽ യുവാവിനെ തൃശൂർ അസിസ്റ്റന്റ് കമ്മീഷണർ VK രാജുവിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തു. പൂങ്കുന്നം സീതാറാം ലെയിനിൽ തെരുവത്ത് വീട്ടിൽ ഷിനാസിനെയാണ് അറസ്റ്റ് ചെയ്തത്. പോലീസ് കേസെടുത്തതറിഞ്ഞ് ബംഗളൂരുവിലേക്ക് മുങ്ങിയ പ്രതി മറ്റൊരു കേസിൽ കോടതിയിൽ ഹാജരാകുന്നതിനായി നാട്ടിൽ എത്തിയപ്പോഴാണ് പോലീസ് പിടികൂടിയത്. പട്ടിക്കാട് മയിലാടുംപാറയിൽ കാട്ടാനക്കൂട്ടമിറങ്ങി വാഴക്കൃഷി നശിപ്പിച്ചു. കാക്കനാടൻ ബിജുവിന്റെ തോട്ടത്തിലെ 200ഓളം നേന്ത്രവാഴകളാണ് കാട്ടാന നശിപ്പിച്ചത്. മുൻ മുഖ്യമന്ത്രി K. കരുണാകരന്റെ പത്നി കല്യാണിക്കുട്ടിയമ്മയുടെ ചരമവാർഷിക ദിനം ആചരിച്ചു. പൂങ്കുന്നം മുരളി മന്ദിരത്തിൽ കല്യാണിക്കുട്ടിയമ്മയുടെ സ്മൃതി മണ്ഡപത്തിൽ ഛായാചിത്രത്തിന് മുന്നിൽ ഭദ്രദീപം തെളിയിച്ച് പുഷ്പാർച്ചന നടത്തി. മുൻ സ്പീക്കർ തേറമ്പിൽ രാമകൃഷ്ണൻ, K. കരുണാകരന്റെ മകളും KPCC ജനറൽ സെക്രട്ടറിയുമായ പത്മജ വേണുഗോപാൽ, മുൻ MLA TV ചന്ദ്രമോഹൻ, രാജേന്ദ്രൻ അരങ്ങത്ത്, CN ഗോവിന്ദൻകുട്ടി തുടങ്ങിയവർ പങ്കെടുത്തു. വെള്ളമില്ലാത്ത നാട്ടിൽ കുടിവെള്ളക്കര കുടിശ്ശികയ്ക്ക് കണക്ഷൻ റദ്ദാക്കൽ നോട്ടീസ്. പ്രതിഷേധവുമായി നാട്ടുകാർ വാട്ടർ അതോറിറ്റി ഓഫീസിലെത്തി. അഴീക്കോട് പടന്ന പ്രദേശത്തുകാർക്കാണ് വാട്ടർ അതോറിറ്റി ഡിസ്കണക്ഷൻ നോട്ടീസ് നൽകിയിട്ടുള്ളത്. മാസങ്ങളായി ശുദ്ധജലക്ഷാമം അനുഭവപ്പെടുന്ന മേഖലയിലുള്ളവർ വെള്ളക്കരം അടച്ചില്ലെങ്കിൽ കണക്ഷൻ വിച്ഛേദിക്കുമെന്നാണ് വാട്ടർ അതോറിറ്റിയുടെ മുന്നറിയിപ്പ്. വാട്ടർ അതോറിറ്റിയുടെ നടപടിയിലും കുടിവെള്ളക്ഷാമത്തിലും പ്രതിഷേധിച്ച് നാട്ടുകാർ നാരായണമംഗലത്തെ ഓഫീസിൽ സമരവുമായി എത്തി. മുൻ പഞ്ചായത്ത് അംഗം PJ ഫ്രാൻസിസ് പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു. ലൈസ സേവ്യർ, PJ ജോഷി, PK മുഹമ്മദ് എന്നിവർ നേതൃത്വം നൽകി. തുടർന്ന് നടന്ന ചർച്ചയിൽ കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിനായി നടപടി സ്വീകരിക്കുമെന്ന വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എഞ്ചിനീയർ സിന്ധു ഉറപ്പ് നൽകി. തൃശൂർ നഗരത്തിലെ അനധികൃത പുകയില ഉൽപ്പന്ന കേന്ദ്രങ്ങളിൽ പോലീസ് പരിശോധന. പുകയില ഉൽപ്പന്നങ്ങൾ വിറ്റ 5 പേർ പോലീസ് പിടിയിലായി. പുതുർക്കര സ്വദേശിനി പൂക്കാട്ട് വീട്ടിൽ ചന്ദ്രിക, വിൽവട്ടം സ്വദേശി കാളപ്പെട്ടിയിൽ രാജമാണിക്യം, പാടുക്കാട് സ്വദേശി കോളങ്ങാട്ടിൽ കമലാക്ഷി, പാലക്കാട് സ്വദേശി ശിവശങ്കരൻ, ദിവാൻജിമൂല സ്വദേശി ദിലീപ് എന്നിവരാണ് അറസ്റ്റിലായത്. ജില്ലയിലെ 50ഓളം കേന്ദ്രങ്ങളിലാണ് പോലീസ് പരിശോധന നടത്തിയത്. കേരള സംഗീത നാടക അക്കാദമിയുടെയും പുരോഗമന കലാസാഹിത്യ സംഘത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച തുപ്പേട്ടൻ അനുസ്മരണത്തിനും നാടകോത്സവത്തിനും തൃശൂരിൽ സമാപനമായി. സംഗീത നാടക അക്കാദമി ചെയർപേഴ്സൺ
KPSC ലളിത ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ NR ഗ്രാമപ്രകാശ് അധ്യക്ഷനായി. തുപ്പേട്ടൻ നാടകങ്ങളിലെ കാലദേശ സങ്കല്പങ്ങൾ എന്ന വിഷയത്തിൽ നടന്ന സെമിനാറിൽ G. ദിലീപൻ പ്രഭാഷണം നടത്തി. രേണു രാമനാഥൻ, അഡ്വക്കേറ്റ് M. വിനോദ്, ആന്റണി കൊള്ളന്നൂർ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് വിവിധ നാടകാവതരണങ്ങളും അരങ്ങേറി. ഇടവേള. ഒരു ബിൽഡർ എന്ന നിലയിൽ ഗുണമേന്മയിൽ നോ കോംപ്രമൈസ്. അതുകൊണ്ട് തന്നെ എന്റെ ഫസ്റ്റ് ചോയ്സ് എപ്പോഴും കേബിൾ പോയിന്റ്, where you can see and feel just about the entire range of electrical products. The complete hypermarket for all electrical products. Electrical switches, fans, wires, decorative lamps എന്നിവയുടെ അതിവിപുലമായ കളക്ഷൻ. മികച്ച ഗുണമേന്മയോടൊപ്പം കുറഞ്ഞ വില. നിങ്ങളും റെക്കമെൻഡ് ചെയ്യും. ന്യൂ കേബിൾ പോയിന്റ്, ശങ്കരയ്യർ ജംഗ്ഷൻ, MG റോഡ്, തൃശൂർ. വാർത്തയിലേക്ക് വീണ്ടും. കാഴ്ചയിൽ കൗതുകവും വായിൽ മധുരവും നിറച്ച് കടപ്പുറം പുതിയങ്ങാടി കറുപ്പം വീട്ടിൽ നഫറുവിന്റെ വീട്ടിൽ മുന്തിരിവള്ളികൾ പൂത്തു തളിർത്തു. വീടിന്റെ ടെറസിന് മുകളിൽ ഇപ്പോൾ മുന്തിരിക്കുലകളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. കൗതുകത്തിനായി 2.5 വർഷം മുൻപാണ് വീട്ടുകാർ ചാവക്കാട് പാലയൂരിലെ നഴ്സറിയിൽ നിന്ന് ഒരു മുന്തിരി തൈ വാങ്ങിയത്. തൊട്ടടുത്ത GFUP സ്കൂളിലെ ടീച്ചർ മറ്റൊരു തൈ കൂടി നൽകി. വീടിന്റെ ടെറസിന് മുകളിൽ പ്രത്യേക പരിചരണം നൽകി വളർത്തിയതോടെ 2 മുന്തിരി തൈകളും പടർന്നു പന്തലിച്ചു. വളമായി ചാണകം നൽകിയും എല്ലാ ദിവസം നനയ്ക്കുകയും ചെയ്തായിരുന്നു പരിചരണം. നഫറു ഷാർജയിലായതിനാൽ മുന്തിരി തൈകൾക്ക് ഭാര്യ റംലയും മക്കളായ നസീഫും നിസയുമാണ് സംരക്ഷണം നൽകിയിരുന്നത്. ചൂട് കൂടിയ പ്രദേശങ്ങളിൽ വളർത്തിയെടുക്കാൻ പ്രയാസമുള്ള മുന്തിരിക്ക് റംലയും മക്കളും സൂക്ഷ്മതയോടെയുള്ള പരിചരണമാണ് നൽകിയത്. മുന്തിരിവള്ളികളിൽ പൂവിട്ട് അധികം കഴിയും മുൻപേ ചെടികൾ നിറയെ കായ്കൾ നിറഞ്ഞു. ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞാൽ മുന്തിരി വിളവെടുപ്പിന് പാകമാകും. കഴിഞ്ഞ 2.5 വർഷത്തെ ക്ഷമയോടെയുള്ള കാത്തിരിപ്പ് വിജയം കണ്ടതിന്റെ സന്തോഷത്തിലാണ് ഈ കുടുംബം. പിന്നെ വളം എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് വളമൊന്നുമില്ല. തുടങ്ങുന്ന സമയത്ത് തന്നെ കുറച്ച് എല്ലുപൊടിയും ഇതൊക്കെ മിക്സ് ചെയ്തിട്ട് ഓൾറെഡി അത് കുഴിച്ചിട്ടിട്ടാണ് ആ വളം ബേസ് ആയിട്ടുണ്ട്. അതിനുശേഷം പിന്നെ 3 മാസം കൂടുമ്പോൾ ചാണകം ഇട്ട് കൊടുക്കും. അതന്നെ ഇതിന് മെയിനായിട്ട് വളമുള്ളൂ. പിന്നെ ഈ ഓരോ ഇലകൾ വാടിയതും ഇതൊക്കെ വെട്ടിക്കൊടുക്കും. അങ്ങനെ ഒരു പരിചരണം മാത്രം ഇതിന് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. TCV ന്യൂസ്, ചാവക്കാട്. തൃശൂർ കിഴക്കേക്കോട്ടയിൽ കണ്ടെയ്നർ ലോറിക്ക് പുറകിൽ സ്കൂട്ടർ അടിച്ച് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന സ്കൂട്ടർ യാത്രക്കാരൻ മരിച്ചു. കിഴക്കേക്കോട്ട സ്വദേശി വേണാട് മനയിൽ 65 വയസ്സുള്ള V. പരമേശ്വരനാണ് മരിച്ചത്. 2 ആഴ്ച മുൻപായിരുന്നു അപകടം. കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ കിസാൻ സമ്മാൻ നിധി പദ്ധതിയിലേക്ക് സമർപ്പിക്കപ്പെട്ട അപേക്ഷകളിൽ മേൽ നടപടികൾ സ്വീകരിക്കാത്തതിൽ ദുരൂഹതയുണ്ടെന്ന് BJP ജില്ലാ പ്രസിഡന്റ് A. നാഗേഷ്. കൃഷിവകുപ്പ് മന്ത്രിയുടെ ഇടപെടൽ മൂലമാണ് കർഷകരുടെ അപേക്ഷകളിൽ തീരുമാനമെടുക്കാൻ കൃഷിഭവൻ ഉദ്യോഗസ്ഥർ വൈകിപ്പിക്കൽ തുടരുന്നതെന്ന് A. നാഗേഷ് പ്രസ്താവനയിൽ ആരോപിച്ചു. വാണിജ്യം. പെൺകരുത്തിന്റെ കൂട്ടായ്മയിൽ വിജയഗാഥ രചിച്ച സക്സസ് ജോബ് കൺസൾട്ടൻസി 5ാം വർഷത്തിലേക്ക്. ആയിരക്കണക്കിന് ഉദ്യോഗാർത്ഥികൾക്ക് തൊഴിൽ നേടിക്കൊടുത്തുവെന്ന ചാരിതാർത്ഥ്യത്തോടെയാണ് സക്സസ് ജോബ് കൺസൾട്ടൻസി 5ാം വർഷത്തിലേക്ക് കടക്കുന്നത്. പ്രീ രജിസ്ട്രേഷൻ ആശയമില്ലാതെ രജിസ്റ്റർ ചെയ്ത ഉടനെ ഇന്റർവ്യൂവിന് അവസരം നൽകുന്നുവെന്നതാണ് സക്സസ് ജോബ് കൺസൾട്ടൻസിയുടെ പ്രത്യേകത. ദിവസവും 10ലേറെ സ്ഥാപനങ്ങളുടെ ഇന്റർവ്യൂകൾ നടക്കുന്നതിനാൽ ഒരു ഉദ്യോഗാർത്ഥിക്ക് ഒന്നിലധികം ഇന്റർവ്യൂവിൽ പങ്കെടുക്കാനുള്ള അവസരം സക്സസ് ജോബ് കൺസൾട്ടൻസിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ലഭിക്കുന്നു. ബാങ്കിംഗ് സെക്ടർ, കോർപ്പറേറ്റ് സെക്ടറുകൾ എന്നിവയിൽ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നതിനാൽ സക്സസ് ജോബ് കൺസൾട്ടൻസി മുഖേന ജോലി ലഭിക്കുന്നവർക്ക് 20,000 മുതൽ 50,000 വരെയുള്ള പാക്കേജുകളാണ് ലഭിക്കുന്നത്. കൂടാതെ സോഷ്യൽ മീഡിയ വഴി ദിനംപ്രതി നിരവധി തൊഴിലവസരങ്ങളാണ് 20,000-ലധികം ഫോളോവേഴ്സിൽ എത്തിക്കുന്നത്. അശ്വതി പ്രബീഷ്, സരിത സുരേഷ്, സുരഭി കുട്ടൻ എന്നിവരാണ് പാറമേക്കാവ് ക്ഷേത്രത്തിന് സമീപത്തുള്ള സക്സസ് ജോബ് കൺസൾട്ടൻസിയുടെ അമരക്കാർ. പ്രധാന വാർത്തകൾ വീണ്ടും. വേനൽ ചൂടിനെതിരെ 4 ദിവസം കൂടി ജാഗ്രത തുടരണമെന്ന ദുരന്ത നിവാരണ അതോറിറ്റി. ചെറുതുരുത്തിയിൽ ചുമട്ട് തൊഴിലാളിക്ക് സൂര്യാഘാതമേറ്റു. ന്യൂസിലാൻഡിൽ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട ആൻസിക്ക് നാടിന്റെ യാത്രാമൊഴി. കൊടുങ്ങല്ലൂർ ചേരമാൻ ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ ആൻസിക്ക് അന്ത്യനിദ്ര. മന്ത്രിയുടെ നിർദ്ദേശത്തിന് പുല്ലുവില കൽപ്പിച്ച് മൃഗസംരക്ഷണ വകുപ്പ്. കുറഞ്ഞ വിലയ്ക്ക് ക്ഷീരകർഷകർക്ക് പശുക്കളെ ലഭ്യമാക്കുന്ന പദ്ധതി പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ ചുവപ്പ് നാടയിൽ കുരുങ്ങി.
3 പഞ്ചായത്തുകളിലുള്ളവർക്ക് ഗാർഹിക പൈപ്പ് കണക്ഷൻ അപേക്ഷിക്കാനുള്ള അവകാശമില്ലാതാക്കി വാട്ടർ അതോറിറ്റി. ചാടൂർ, താന്യം, അന്തിക്കാട് പഞ്ചായത്ത് നിവാസികളാണ് കാത്തിരിപ്പ് തുടരുന്നത്. ചാലക്കുടി കാഞ്ഞിരപ്പള്ളിയിലെ ചാരായ നിർമ്മാണ കേന്ദ്രത്തിൽ എക്സൈസ് സംഘത്തിന്റെ പരിശോധന. 1000 ലിറ്റർ വാഷും വാറ്റുപകരണങ്ങളും പിടികൂടി. NDA സ്ഥാനാർത്ഥിയെ കാത്ത് തൃശൂർ ലോക്സഭാ മണ്ഡലം. പ്രചാരണം ശക്തമാക്കി UDF-ഉം LDF-ഉം. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.